കേരളത്തോടൊപ്പം വ്യാഴാഴ്ച ജനവിധി എഴുതുന്ന അസമിൽ ഹാട്രിക് വിജയം ലക്ഷ്യമിടുന്ന ബി.ജെ.പിയും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന അസം സൊൻമിലിതോ മോർച്ചയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അസമിനെ വർഗീയ ധ്രുവീകരണത്തിന്റെ പരീക്ഷണശാലയാക്കി മാറ്റിയ ബി.ജെ.പി ഭരണം തുടരണോ എന്നതിൽ വിധി നിശ്ചയിക്കുക 5.75 ലക്ഷം വരുന്ന കന്നി വോട്ടർമാരായിരിക്കും. ആദ്യഘട്ടത്തിൽ ബി.ജെ.പിക്ക് ലഭിച്ച മേൽക്കൈ അവസാന പാദത്തിൽ നഷ്ടമായതാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ അന്തിമ ചിത്രം. ഇലക്ഷൻ പശ്ചാത്തലത്തിൽ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. അസം ജനത മാറി ചിന്തിക്കുമോ? മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പിയും അസം ഗണ പരിഷത്തും ഉൾപ്പെടുന്ന ഭരണമുന്നണി വികസന തുടർച്ചയ്ക്കായി വോട്ട് ചോദിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരവും കുടിയേറ്റ പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടിയാണ് ഗൗരവ് ഗൊഗോയ്, ദേബബ്രത സെക്കിയ എന്നിവർ നയിക്കുന്ന പ്രതിപക്ഷ സഖ്യം ജനങ്ങളെ സമീപിക്കുന്നത്. അവസാനഘട്ട അഭിപ്രായ സർവേകൾ ബി.ജെ.പി സഖ്യത്തിന് മുൻതൂക്കം പ്രവചിക്കുന്നുണ്ടെങ്കിലും പ്രതിപക്ഷ സഖ്യത്തിന്റെ ഐക്യവും പ്രചാരണത്തിന്റെ അവസാന നിമിഷങ്ങളിലെ വിവാദങ്ങളും ഫലത്തെ എങ്ങനെ ബാധിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചകൾ അസം രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയത്. വികസന വിഷയങ്ങളിൽ തുടങ്ങിയ പ്രചാരണം അവസാന ഘട്ടത്തിൽ വ്യക്തിപരമായ ആരോപണങ്ങളിലേക്ക് വഴിമാറി. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ കുടുംബത്തിനെതിരെ കോൺഗ്രസ് ഉന്നയിച്ച പാസ്പോർട്ട് വിവാദം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. ഹിമന്തയുടെ ഭാര്യ റിന്നികി ഭൂയാൻ ശർമ്മയ്ക്ക് ദുബൈയിലും മറ്റും കോടികളുടെ നിക്ഷേപവും 3 പാസ്പോർട്ടും ഉണ്ടെന്ന് AICC പ്രചാരണ വിഭാഗം മേധാവി പവൻ ഖേര ആരോപിച്ചിരുന്നു. റിനികയുടെ പരാതിയെ തുടർന്ന് അസം പോലീസ് ഡൽഹിയിൽ പവൻ ഖേരയുടെ വീട്ടിലെത്തിയതും രാഷ്ട്രീയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ ബി.ജെ.പി നിരയും പ്രിയങ്ക ഗാന്ധി നയിച്ച കോൺഗ്രസ് നിരയും അസമിൽ പ്രചാരണ ചൂട് പകർന്നു. കുടിയേറ്റം, യൂണിഫോം സിവിൽ കോഡ്, തേയിലത്തോട്ടം തൊഴിലാളികളുടെ ക്ഷേമം എന്നിവയായിരുന്നു പ്രധാന ചർച്ചാ വിഷയങ്ങൾ. തങ്ങളുടെ 10 വർഷത്തെ ഭരണ നേട്ടങ്ങളും യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന വാഗ്ദാനവും ഉയർത്തിക്കാട്ടിയായിരുന്നു ബി.ജെ.പിയുടെ പ്രചാരണം. 19 സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് നിഷേധിച്ച് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കോൺഗ്രസ് വിട്ടു വന്നവർക്ക് ബി.ജെ.പി സീറ്റ് നൽകിയിരുന്നു. പലയിടത്തും റിബൽ ശല്യത്തിനും മുതിർന്ന നേതാക്കളുടെ നിസ്സഹകരണത്തിനും ഇത് കാരണമായി. ദീർഘകാലമായി പട്ടികവർഗ പദവി ആവശ്യപ്പെടുന്ന പ്രബലരായ അഹോം വിഭാഗം ഉൾപ്പെടെ 6 സമുദായങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാത്തത് ഇത്തവണ ബി.ജെ.പിക്ക് വിനയാവുമെന്ന് വിലയിരുത്തപ്പെടുന്നു. വേതന വർധനവും പട്ടയ വിതരണവും നടപ്പാക്കിയതിനാൽ 40ഓളം മണ്ഡലങ്ങളിൽ നിർണായകമായ സ്വാധീനമുള്ള തേയിലത്തോട്ടം തൊഴിലാളികൾ തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുമെന്നാണ് ബി.ജെ.പി പ്രതീക്ഷിക്കുന്നത്. അപ്പർ അസം മേഖലയിലും ബി.ജെ.പിക്ക് കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നാണ് നിഗമനം. 45 സീറ്റുകളുള്ള മേഖലയിൽ ഗോത്രവർഗ സമൂഹത്തിന്റെ വോട്ട് നിർണായകമാണ്. മിയാ വംശജരെന്ന് വിളിക്കുന്ന ബംഗാളി സംസാരിക്കുന്ന മുസ്ലിം സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള ലോവർ അസമിലും മധ്യ അസമിലെ നൌഗാവോൺ പോലുള്ള ജില്ലകളിലും ധ്രുവീകരണ രാഷ്ട്രീയം പയറ്റുകയാണ് ബി.ജെ.പിയും മുഖ്യമന്ത്രി ഹിമന്തയും. 2021-ൽ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായിരുന്ന ബദറുദ്ദീൻ അജ്മലിന്റെ AIUDF ഇക്കുറി ഒറ്റയ്ക്കാണ്. 30 സീറ്റുകളിൽ AIMIM ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് ന്യൂനപക്ഷ വോട്ട് വിഭജിക്കപ്പെടാൻ കാരണമാകുമെന്ന് ബി.ജെ.പി പ്രതീക്ഷിക്കുന്നുണ്ട്. ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളെ വിദേശികളായി ചിത്രീകരിക്കാനും അവരുടെ രാഷ്ട്രീയ ശബ്ദം ഇല്ലാതാക്കാനുമുള്ള പരീക്ഷണശാലയായി അസം മാറിക്കഴിഞ്ഞു. സംസ്ഥാന ജനസംഖ്യയിൽ 35% മുസ്ലിമുകളാണ്. ഭാഷയേക്കാൾ മതത്തിന് പ്രാധാന്യം നൽകുന്ന ധ്രുവീകരണ രാഷ്ട്രീയമാണ് ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത്. അസം തദ്ദേശ ജനതയുടെയും ഗോത്ര വിഭാഗക്കാരുടെയും വോട്ട് ലക്ഷ്യമിട്ട മിയാ മുസ്ലിം ജനവിഭാഗത്തിനെതിരായ തുടർച്ചയായ നടപടികളുമായി മുന്നോട്ടു പോവുകയായിരുന്നു ഹിമന്ത സർക്കാർ. അസമിന്റെ സംസ്കാരവും ഭൂമിയും കുടിയേറ്റക്കാരായ മിയാ മുസ്ലിങ്ങൾ കൈയടക്കുന്നുവെന്നും ഇതിനെതിരായ പോരാട്ടമാണ് രാഷ്ട്രീയ ലക്ഷ്യമെന്നും പറഞ്ഞാണ് ഹിമന്തയുടെ പ്രചരണം. മിയാ മുസ്ലിമുകളുടെ നട്ടൽ ഒടിക്കുമെന്ന് പറഞ്ഞ ഹിമന്ത 1/2 ലക്ഷം ഏക്കർ കയ്യേറ്റ ഭൂമി ഒഴിപ്പിച്ചു. ഇതേ തുടർന്ന് 1 ലക്ഷത്തോളം പേർ കുടിയൊഴിക്കപ്പെട്ടു. ആയിരക്കണക്കിന് വീടുകൾ തകർക്കപ്പെട്ടു. ഹിമന്തയുടെ ഈ ഭരണ നടപടികൾ തന്നെയാണ് ബി.ജെ.പി ഭരണ നേട്ടമായി ഉയർത്തിക്കാട്ടുന്നത്. അസമിലെ 126 നിയമസഭാ മണ്ഡലങ്ങളിലും നടന്ന അതിർത്തി പുനർനിർണയം സംസ്ഥാനത്തെ 1.1 കോടി വരുന്ന മുസ്ലിം ജനവിഭാഗത്തെ രാഷ്ട്രീയമായി പാർശ്വവൽക്കരിക്കാനുള്ള നീക്കമായിരുന്നെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. മണ്ഡലം പുനർനിർണയത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണിത്. മുസ്ലിം വോട്ടർമാർക്ക് മുൻതൂക്കമുണ്ടായിരുന്ന മണ്ഡലങ്ങളെ വിഭജിച്ചും മുസ്ലിം പോക്കറ്റുകളെ ഒരു മണ്ഡലത്തിലേക്ക് മാത്രമായി ഒതുക്കിയും ചിതറിക്കിടക്കുന്ന ഹിന്ദു വോട്ടർമാരെ ഒരിടത്ത് കേന്ദ്രീകരിച്ചും
BJP സാമുദായിക പുനർനിർണയം നടത്തുകയായിരുന്നു. ഈ പ്രക്രിയയിലൂടെ മുസ്ലിം വോട്ടർമാർക്ക് നിർണായക സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലങ്ങളുടെ എണ്ണം 35-ൽ നിന്ന് 20-ആയി ചുരുങ്ങി. ഭൂമിശാസ്ത്രപരമായ തുടർച്ചയും ഗതാഗത സൗകര്യങ്ങളും പരിഗണിച്ച് വേണം മണ്ഡലങ്ങൾ പുനർനിർണയിക്കാൻ എന്ന ചട്ടം ലംഘിക്കപ്പെട്ടതായും പരാതിയുണ്ട്. മുസ്ലിം ഭൂരിപക്ഷമുള്ള ബരാക് വാലിയിലെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം 15-ൽ നിന്ന് 13-ആയി കുറഞ്ഞു. ഹെയിലക്കാണ്ടി ജില്ലയിലെ അൽകാപൂർ, കാറ്റ്ലിച്ചറ തുടങ്ങിയ മണ്ഡലങ്ങളിലെ മുസ്ലിം സ്വാധീനം കുറയ്ക്കാനായി ഹിന്ദു പോക്കറ്റുകൾ കൂട്ടിച്ചേർത്ത് അവയെ BJP അനുകൂല മണ്ഡലങ്ങളാക്കി മാറ്റി. നൌബോയിച്ച മണ്ഡലത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ 4-ആയി വിഭജിച്ച് അയൽ മണ്ഡലങ്ങളിലേക്ക് മാറ്റുകയും ആ സീറ്റ് സംവരണ മണ്ഡലമാക്കുകയും ചെയ്തു. ബർപേട്ട, ഗോൾപാറ വെസ്റ്റ് മണ്ഡലത്തിലും സമാനമായ സാഹചര്യമാണുള്ളത്. പ്രചാരണ തുടക്കത്തിൽ BJPക്ക് മേൽക്കൈയുണ്ടായിരുന്ന രാഷ്ട്രീയ സ്ഥിതിയിൽ നിന്ന് അവസാന ലാപ്പിൽ വലിയ മാറ്റം പ്രകടമാണ്. പ്രീപോൾ സർവേകൾ അനുകൂലമായതോടെ BJP മുന്നണിയും ആത്മവിശ്വാസത്തിലാണ്. വ്യാഴാഴ്ച കേരളത്തിനൊപ്പം അസം വിധി എഴുതുമ്പോൾ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. ഇതോടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.